ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ തിരുപ്പിറവിയുടെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. ഈശോയുടെ ജനനത്തിൻ്റെ അനുഗ്രഹം, ആ കൃപകളെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മളിന്ന് ഈശോയുടെ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഇന്നത്തെ വചന വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. ഒന്ന്, ചില ദൈവശാസ്ത്ര വശങ്ങൾ. ഈശോ ജനിച്ചത് എന്തുകൊണ്ടാണ്, അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു മുതലായ മനുഷ്യാവതാരത്തിൻ്റെ ചില ദൈവശാസ്ത്ര വശങ്ങൾ നമ്മൾ കാണും. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് കൃപ നൽകുന്നത്, അനുഗ്രഹം നൽകുന്നത്, നമ്മുടെ ജീവിതത്തിലെ മനുഷ്യാവതാരം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കും. നമുക്ക് ശ്രദ്ധാപൂർവം നമുക്ക് ഈ വചന വ്യാഖ്യാനത്തിലേക്ക്, ഈശോയുടെ തിരുപ്പിറവിയുടെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കാം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈശോ ജനിച്ചു. 2000 വർഷം മുമ്പ് ഈശോ ജനിച്ചു. അപ്പോൾ കുറേ പേരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഏകദേശം 2000 വയസ്സായി കാണും. ഇപ്പോൾ 2000 വർഷം മുമ്പ് ജനിച്ചൊരു വ്യക്തിയാണ് ഈശോ എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ലത്. ഈശോ ആദിയിലേ ഉണ്ടായിരുന്ന വചനമാണ്. ആ വചനം മനുഷ്യരൂപം എടുക്കുക മാത്രമാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈശോ അബ്രാഹത്തിന് മുൻപുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന പോലെ, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്, ഞാൻ അബ്രാഹത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ അനാദി മുതലേ ഉള്ള ഈ വചനം, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന വചനം കൊണ്ട് ദൈവം അരുൾ ചെയ്തു. ആ ദൈവത്തോട് കൂടെയുള്ള ഈ വചനം, എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഈ വചനമുണ്ട്. ഈ വചനം, പുത്രനെന്ന് വിളിക്കപ്പെടുന്ന ഈ വചനം, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ ശരീരം, യോഹന്നാന്റെ സുവിശേഷം 1:14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൂടാരമടിച്ചു. വചനം ശരീരം ധരിച്ചു നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അതാണ് ശരിക്കും നമ്മൾ ഈ ക്രിസ്മസിൽ ഓർക്കുന്നത്. നമ്മൾ ക്രിസ്മസിൽ ഓർക്കുന്ന ആദത്തെ പോലെ ദൈവം പുതിയൊരു മനുഷ്യനെ സൃഷ്ടിച്ചതല്ല, ഈശോ എന്നൊരു മനുഷ്യനെ സൃഷ്ടിച്ചതല്ല, മറിച്ച് പുത്രനായ ദൈവം, വചനമായ ദൈവം മനുഷ്യൻ്റെ ശരീരം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ്റെ ശരീരം സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ദൈവത്വം ഉണ്ട്. ഈ ദൈവത്വം എന്ത് ചെയ്യുന്നു? ദൈവത്വം സ്വർഗത്തിൽ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ഈശോ, അല്ലെ ഈ വചനം, എൻ്റെ ദൈവത്വം, ഞാനിനി ഭൂമിയിലേക്ക് പോവാണ്, അവിടെ ദൈവത്വം കൊണ്ട് കാര്യമില്ല, അപ്പോൾ ഈ ദൈവത്വം ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ദൈവത്വം അവിടെ വെച്ചിട്ട് വചനം ഇവിടെ വന്നിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരം ധരിച്ചിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിച്ച് കടന്നു വന്നേ. ഇതിനെ കോൺസബ്സ്റ്റാൻസിയേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ദൈവത്വത്തിലേക്ക് എന്തും കൂടെ ചേരുകയാണ്, മനുഷ്യത്വം കൂടെ ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈശോ ഒരേ സമയം ദൈവവും അതേ സമയം ഈശോ എന്തുമാണ്, മനുഷ്യനുമാണ്. ഒരേ സമയം ദൈവവും അതേ സമയം മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ഈശോ ഈ ശരീരം സ്വീകരിക്കുമ്പോൾ, ഈ ബലഹീനമായ ഈ ശരീരത്തെ ഈശോ എന്ത് ചെയ്യാണ്, നവീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ കുർബാനയിൽ നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അനാഫ്രയിൽ പ്രാർത്ഥിക്കുമ്പോൾ, കൂദാശവചനങ്ങൾക്ക് ശേഷമുള്ള ആ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, ഇതാദ്യം സംഭവിച്ചത് ഈ മനുഷ്യാവതാരത്തിലാണ്. ബലഹീനമായ ഈ മനുഷ്യ മാംസത്തെ, മനുഷ്യ ശരീരത്തെ വചനം എന്ത് ചെയ്യാണ്, ഇന്ന് സ്വീകരിക്കുകയാണ്, അതിനെ നവീകരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുകയാണ്. അപ്പോൾ ഈ ഈശോയുടെ മനുഷ്യാവതാരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട 2 പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര വശങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഒന്ന്, ഈശോ 2000 വർഷം മുമ്പ് ജനിച്ചു എന്ന് പറഞ്ഞാൽ അന്നേരമല്ല ഈശോ ഉണ്ടായത്. മനുഷ്യനാദി മുതലേ ഉണ്ടായിരുന്ന വചനം മാംസം ധരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാംസം ധരിച്ചപ്പം ആ ദൈവത്വം നഷ്ടപ്പെട്ടിട്ടില്ല. ആ ദൈവത്വം സ്വർഗത്തിൽ വെച്ചിട്ടല്ല മനുഷ്യനായിട്ട് അവതരിച്ചത്, മറിച്ച് ആ ദൈവത്വത്തിലേക്ക് ഈ മനുഷ്യത്വം കൂടി ചേരുകയാണ്. അപ്പോൾ ദൈവ മനുഷ്യനായിട്ടാണ് ഈശോ
ഈ ഭൂമിയിൽ വചനം ഈ ഭൂമിയിൽ അവതരിക്കുന്നു. അതിൻ്റെ ഓർമ്മയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട വശങ്ങൾ അച്ഛൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓർത്ത് നോക്കിയ ഒരു എത്രത്തോളം ബലഹീനമാണ് ഒരു ശിശു, ഒരു കുട്ടി എന്ന് ജനിച്ചു വീഴുന്നൊരു കുഞ്ഞ്. വെറും 2-3 കിലോ കാണുന്ന ഈ കുഞ്ഞ് എല്ലാ തരത്തിലുള്ള ബലഹീനതകൾക്കും സ്വന്തമായിട്ട് നടക്കാൻ പറ്റില്ല. ആരുടെയെങ്കിലും സഹായി കുഞ്ഞിന് വേണം. ഈ ശരീരത്തിൽ പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. തണുപ്പിനെ അതിജീവിക്കാനുള്ള ശക്തി ശരീരത്തിനില്ല. മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ സഹായങ്ങളും സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ ശരീരത്തിന് മുമ്പോട്ട് പോകാനായിട്ട് പറ്റൂ. നിങ്ങൾ ഓർക്കണം, ഏറ്റവും ശക്തമായ അരൂപിയായ, ഓക്കെ, ദൈവം അരൂപിയാണ്, അരൂപിയായ ഈ ശക്തമായ ഈ വചനം ഇന്ന് ഈ ബലഹീനമായ മനുഷ്യ ശരീരത്തിലാണുള്ളത്. ഒരു 30 വയസ്സായ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവല്ല ചെയ്തത്, മറിച്ച് ഒരു ബലഹീനമായ ശരീരത്തിൽ നമ്മൾ കാണുകയാണ് 2-3 കിലോ ഉള്ള ഒരു ടൈനി ബേബിയിൽ, ഒരു വീക്ക് ബേബിയിൽ ഈ ഈശോയുടെ ഈ ശരീരത്തിൽ ഈ ശക്തമായ വചനം കുടികൊള്ളുകയാണ്. നിങ്ങൾ ഓർക്കണം, ദൈവം എടുത്ത ഒരു റിസ്ക് നിങ്ങളൊന്നും. ഈ കുഞ്ഞ് ഇന്ന് കൊല്ലപ്പെട്ടാൽ, ഈ കുഞ്ഞിന് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യാവതാരം പൂർത്തിയാവില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാണ്, ഈ കുഞ്ഞിനെ ഈ ഭൂമിയിലെ ഏറ്റവും സേഫായിട്ടുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അതാണ് പരിശുദ്ധ അമ്മയുടെ കരം, അതാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കരം, ഏറ്റവും സേഫായിട്ടുള്ള കരം. നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ശരീരം ബലഹീനമാണ്. പാപത്തിലേക്കും തിന്മയിലേക്കും എല്ലാം ചായാൻ സാധ്യതയുള്ള ഈ ബലഹീനമായ ഈ ശരീരത്തെ ഇന്ന് ദൈവം ഏൽപ്പിക്കുന്നത് തിരുസഭാ മാതാവിൻ്റെ കരങ്ങളിലാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, പരിശുദ്ധ അമ്മ ഈശോയെ പരിചരിച്ചതുപോലെ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് വേണ്ട ചൂടും വേണ്ട നന്മകളെല്ലാം നൽകിയതിൽ യേശുപിതാവ് സംരക്ഷിച്ചതുപോലെ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ ശരീരത്തിലുള്ള ഈ ദൈവിക ജീവനെ സംരക്ഷിക്കുകയാണ്, പരിപോഷിപ്പിക്കുകയാണ്. എങ്ങനെ? കൂദാശകളിലൂടെ. മാമോദീസയിലൂടെ ദൈവിക ജീവൻ പകർന്നു നൽകി, കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം നൽകി, പരിശുദ്ധ കുർബാനയിലൂടെ വീണ്ടും ദൈവിക ജീവന്റെ പുറ ദൈവിക ശരീരത്തിൽ പങ്കുചേർത്ത്, സ്ഥൈര്യലേവനം എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകി ഈ തിരുസഭാ മാതാവ് നമ്മളെ പരിപോഷിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പിതാവായ ദൈവം ഈശോയെ, അതായത് ഈ ദൈവത്വത്തിന് ഒരു കുറവും വരാതെ, ഒരു കുഴപ്പവും വരാതെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ യേശുപിതാവിൻ്റെയും കൈ കൊടുത്തതുപോലെ തിരുസഭാ മാതാവിൻ്റെ കയ്യിലാണ് ഇന്ന് ഓരോ ക്രിസ്ത്യാനിയുള്ളത്. അതുകൊണ്ട് നമ്മുടെ ശരീരം, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഇതത്ര നിസ്സാരമല്ല. We carry God in us. ഈശോയുടെ ശരീരത്തിലേക്ക്, ഈ ശരീരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ചേരുകയാണ്. നമ്മൾ ഈശോയുടെ ശരീരത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ശരീരത്തിലേക്ക് ചേരുന്ന നമ്മളിൽ ഈ ദൈവികത സംരക്ഷിക്കപ്പെടുന്നതും വളരുന്നതും കൂദാശകളിലൂടെയാണ്, തിരുസഭാ മാതാവിൻ്റെ മടിത്തട്ടിലാണ്. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ സഭയെ വിട്ടുപോകരുത്, ഒരിക്കലും നമ്മൾ കൂദാശകൾ ഉപേക്ഷിക്കരുത്. ഈ കൂദാശകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തേക്ക് യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷണത്തിൽ നിന്ന് ഉണ്ണീശോ മാറി ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ തന്നെ നിൽക്കാൻ തീരുമാനിക്കാമെന്ന് വിചാരിക്കും. ആ ശിശുവിനെ ജീവിച്ചിരിക്കില്ല. എത്ര ദൈവം ആ ശിശുവിനെ ജീവിച്ചിരിക്കില്ല. പിതാവായ ദൈവത്തിന് അത് അറിയാവുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ യേശുപിതാവിൻ്റെ കരങ്ങളിലാണ് ആ കുഞ്ഞുള്ളത്. അങ്ങനെയാണ് അവർ ഈജിപ്തിലേക്ക് പോകുന്നത്, പലായനം ചെയ്യുന്നത്. അവർ നസ്രത്തിൽ വളരുന്നത് അങ്ങനെയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ക്രിസ്മസിൽ ഒരു വ്യത്യസ്തമായ ചിന്തയാണ് അച്ഛൻ നമുക്ക് പറയുന്നത്. ദൈവം മനുഷ്യാവതാരം ചെയ്ത് എളിമയോടുകൂടെ അത് കാണിച്ചു തരികയാണ്. ഒരു അമ്മയുടെയും ഒരപ്പൻ്റെയും കയ്യിൽ കിടന്ന് വളരുക. അതുപോലെ സഭയാകുന്ന ഈ അമ്മയുടെ അപ്പൻ്റെയും കൈ കിടന്നാണ് ഓരോ വിശ്വാസിയും വളരേണ്ടത്. നമ്മുടെ ദൈവിക ജീവന്റെ സ്രോതസ് അവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കാം. ഇതിൻ്റെ അകത്താണ് ദൈവമുള്ളത്. ഈ കാണുന്ന ഈ ടൈനി ബോഡിയിലാണ്, ഈ വീക്കായി ഫ്ലഷിലാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ളത്. അതുകൊണ്ട് അതിനെ നമുക്ക് പരിപാലിക്കാം, സംരക്ഷിക്കാം.
അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടി തിരുസഭ മാതാവ് നൽകുന്ന കൂദാശകളെ സ്നേഹപൂർവ്വം നമുക്ക് സ്വീകരിക്കാം, വിശുദ്ധിയിൽ കാത്തു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ ഈശോയുടെ ജനനത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേടുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈശോയുടെ ഈ ജനനത്തിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും അന്വേഷിക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.